Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീക്ക് എസ്പെഷ്യലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങളെ പണ്ടത്തെ പോലെ റെസ്പെക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടായിരിക്കും, ചില ബിഹേവിയേഴ്സ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് കൊണ്ടായിരിക്കും നിങ്ങളോട് ഈ രീതിയിൽ ഇപ്പോൾ അവർ പെരുമാറുന്നത്. സോ ആ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് മാറ്റാനും ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനും സാധിക്കും. സോ എന്തൊക്കെയാണ് ഈ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് നോക്കാം. ഒന്ന്, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ കളിയാക്കുകയോ ചെയ്യുന്നുണ്ടോ? അതായത് അവരത്ര പോരാ, അവരൊന്നിനും ഒരു ടാലന്റഡ് അല്ല, അല്ലെങ്കിൽ അവർ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നിനും ഒരു കഴിവില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ അവരെ ഒരു ജോക്കർ ആക്കിക്കൊണ്ട്, ഒരു കോമാളി ആക്കിക്കൊണ്ടോ, കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഒട്ടും വാല്യൂ ഇല്ല എന്ന രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളോടുള്ള ഇൻട്രസ്റ്റും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മനോഭാവം അവർക്ക് പതിയെ പതിയെ പോകും. ഇത് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എപ്പോഴെങ്കിലും അറിയാതെ ചെയ്യുമ്പോഴല്ല, ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളോടുള്ള ഇൻട്രസ്റ്റും റെസ്പെക്റ്റും പോവാൻ കാരണമാകും. രണ്ടാമത്തെ പോയിന്റിന് മുൻപായി, നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം അല്ലെങ്കിൽ ഗൈഡൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ്, നമുക്ക് സെക്കൻഡ് പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. കാര്യമായിട്ട് അവർ നിങ്ങളോട് എന്തോ ഒരു കാര്യം ഷെയർ ചെയ്യാണ്, പക്ഷേ നിങ്ങൾ അവരെന്താണ് പറയുന്നത് എന്നുള്ളത് കൃത്യമായി കേൾക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ഓക്കെ നീ എന്താണെങ്കിലും പറഞ്ഞിട്ട് പൊക്കോ എന്ന ആറ്റിറ്റ്യൂഡിൽ ജസ്റ്റ് കേൾക്കുന്നുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കുന്നത് പോലെയൊക്കെയാണ് കൂടുതലായിട്ടും അവരെപ്പോഴും അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു തോന്നലുകൾ, അവരുടെ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലാണ് നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, എന്നെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കുറയാനും നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ കുറയാനും ഇത് കാരണമാകും. ബിക്കോസ് ഇത് വളരെ മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യമാണ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് പോവാൻ ഇത് കാരണമാകും. മൂന്ന്, അവരെന്തെങ്കിലും ഒരു ആവശ്യം പറയുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ ഒരു ആവശ്യമായിരിക്കാം. സോ നിങ്ങളോട് അത് ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും പറയുന്നത് എനിക്ക് സമയമില്ല, എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നീ അത് ചെയ്തോ, എനിക്ക് സമയമില്ല, ഞാൻ മറ്റു കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആണ്, ഇങ്ങനെ ടു ബിസി ഫോർ ഹെർ, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ എപ്പോഴും അവരോട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള റെസ്പെക്റ്റും ഇൻട്രസ്റ്റും പോവാൻ കാരണമാകും. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ഒരു സമയത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളിൽ നിന്നും അവരാഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു കാര്യത്തിന് വേണ്ടി ബെഗ് ചെയ്യേണ്ടി വരികയാണ് അവർക്ക്. അല്ലെങ്കിൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, എനിക്കും സമയം തരൂ, എന്നോടൊന്ന് സംസാരിക്കൂ, ഇത്തരത്തിൽ ഓവർ റിക്വസ്റ്റ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ പുറകെ ബെഗ് ചെയ്യിപ്പിക്കുന്ന രീതിയിലോ ആണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങളോടുള്ള എല്ലാ ഇൻട്രസ്റ്റും റെസ്പെക്റ്റും പോവാൻ കാരണമാകും. ആൻഡ് ഫൈനലി, നിങ്ങളുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി, സ്വാഭാവികമായിട്ടും അറിയാതെ ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് അതൊരു മിസ്റ്റേക്ക് ആയിട്ടായിരിക്കും എല്ലാ ആളുകളും പരിഗണിക്കുക. പക്ഷേ നിങ്ങൾ അതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു, വീണ്ടും വീണ്ടും സോറി പറയുന്നു. അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യം പിന്നീട് ചെയ്യാതിരിക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യുന്നു, അത് മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കുന്നു, സോറി പറയുന്നു, വീണ്ടും അതേ കാര്യം ചെയ്യുന്നു, സോറി പറയുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സോറി പറയുകയും അതേ മിസ്റ്റേക്ക് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള ഇൻട്രസ്റ്റും റെസ്പെക്റ്റും പോവാൻ കാരണമാകും. സോ ഈ ഒരു 5 മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയി തുടർച്ചയായി ചെയ്യുന്നത് കൊണ്ടാണ് പണ്ടത്തെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ ഒട്ടും റെസ്പെക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി റീതിങ്ക് ചെയ്യുക, അത് വേണോ വേണ്ടയോ, റിലേഷൻഷിപ്പിന് നല്ലതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്